തോന്നൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉദ്ധവനെ വിളിച്ചു. ഉദ്ധവ അവിടെ പോയി വരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ്റെ ഉള്ളിൽ താൻ ഭക്തനാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ജനിച്ച അന്ന് മുതൽ ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട്, മാത്രമല്ല ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് മറ്റൊരാൾക്ക് ഒരു ആക്ഷേപം പറയാൻ ഇല്ലാത്ത രീതിയിലാണ് ഉദ്ധവൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. സ്ഥിരമായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കാനുള്ള ജീവിതം മുഴുവൻ ഭഗവാനിൽ നിന്നും സ്ഥിരമായിട്ട് ഈ ഉച്ഛിഷ്ടവും നിർമാല്യവും സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ആ ഉദ്ധവൻ ജീവിക്കുന്നത്. ഈ ഉച്ഛിഷ്ടവും നിർമാല്യവും സ്വീകരിക്കണമെങ്കിൽ അതിന് ഒരു അർഹത വേണം, അതിനൊരു യോഗ്യത വേണം. അത് ഉറപ്പിക്കണം എന്നുള്ളത് ഭഗവാൻ ഒന്നിങ്ങനെ ആലോചിച്ചു. അപ്പം എന്നാൽ കണക്കാക്കി, എന്നാൽ ഉദ്ധവ അവിടെ പോയി വരല്ലേ ചോദിച്ചു. അപ്പോൾ ഗോപികമാരുടെ ധാരാളമായിട്ടുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അതൊന്ന് കാണണമെന്ന് ഉദ്ധവന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞയക്കണമല്ലോ എന്നുള്ള വളരെ അധികമായിട്ടുള്ള സന്തോഷം. ആ ഒരു രംഗത്തെ നാരായണീയമായിട്ട് നമുക്കൊന്ന് സ്മരിക്കാം. ശ്രീ ഗുരുവായൂരപ്പ 76-ാമത്തെ ദശകത്തിലെ ഉദ്ധവദൂത എന്ന പേരിട്ട് 10 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് അതൊന്ന് സ്മരിക്കാം. സമയത്തിരിയെന്ന് വെച്ചെന്ന് സമയമുണ്ട്. 12:45 ഒന്ന് പറഞ്ഞോളൂ. ചോറ് കൊണ്ടുവരും അല്ലേ? ആയിക്കോട്ടെ. ശ്രീ ഗുരുവായൂരപ്പ നമുക്ക് മറ്റേ സന്താനഗോപാലം വൈകുന്നേരത്തേക്ക് വെച്ചു. കുഴപ്പമില്ല, സമയമുണ്ടതേ. 90 അധ്യായമല്ലേ വായിക്കാറ്, 90 ദശകല്ലേ വായിക്കാറ്. അവര് ഭഗവാൻ എപ്പോൾ കിട്ടിയാലും ഭഗവാൻ സ്വീകരിച്ചോളും. അതുകൊണ്ട് കുഴപ്പമില്ല. 76-ാമത്തെ ദശകത്തില് ഗത്വാ സാന്ദീപനിം അഥ ചതുഷ്ഷഷ്ടിമാത്രൈരഹോഭി സർവജ്ഞസ്ത്വം സഹ മുസലിന സർവവിദ്യാം ഗൃഹീത്വാ പുത്രാൻ നഷ്ടം യമനിലയനാത് ആഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരമഗാനാദയൻ പാഞ്ചജന്യം. ഭഗവാൻ തൻ്റെ വിദ്യാഭ്യാസം സ്വീകരിച്ചതിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അഥ സർവജ്ഞത്വം മുസലിനാ സഹ സാന്ദീപനിം ഗത്വാ ചതുഷ്ഷഷ്ടിമാത്രൈഹി അഹോഭി സർവവിദ്യാം ഗൃഹീത്വാ ദക്ഷിണാർത്ഥം നഷ്ടം പുത്രം യമനിലയനാദ ആഹൃതം തസ്മൈ ദത്വാ പാഞ്ചജന്യം നാദയൻ നിജപുരം അഗ. ഇങ്ങനെ ഭഗവാൻ സർവജ്ഞനാണെങ്കിലും ഒരു നിയമമുണ്ടല്ലോ വിദ്യാഭ്യാസം സ്വീകരിക്കുക കുട്ടിക്കാലത്ത് എന്നുള്ളത്. അപ്പോൾ ഏട്ടനോട് കൂടി തന്നെ ഈ സാന്ദീപനിയുടെ അടുത്ത് ചെന്ന് 64 ദിവസങ്ങളെ കൊണ്ട് എല്ലാ വിദ്യകളും ഗുരുവിൽ നിന്ന് തന്നെ സ്വീകരിച്ചു. ഗുരുവിൻ്റെ ആ ഒരു കടമയാണ് ദക്ഷിണ വാങ്ങുക എന്നത്. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് താനും തയ്യാറാവണം. താൻ ഈശ്വരനാന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ, കാരണം തന്നെ അനുകരിക്കും. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ആ ഗുരുദക്ഷിണയായിട്ട് ഈ ദുഃഖത്തിന് കാരണമായിട്ടുള്ള പുത്രൻ്റെ മരണം, എന്നാൽ അത് തന്നെ ആവട്ടെ തീർക്കൽ എന്ന് കണക്കാക്കിക്കൊണ്ട് യമൻ്റെ അടുത്ത് ചെന്ന് ആ മരിച്ചു പോയിട്ടുള്ള ഉണ്ണിയുടെ ജീവനെ അതേപോലെ തന്നെ അതേ ശരീരത്തോടു കൂടി തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായിട്ട് കൊടുത്തു. അതിനുശേഷം പോണ വഴിക്ക് ഈ വരുണൻ പറഞ്ഞ രീതിയിൽ പഞ്ചജനൻ എന്നുള്ള അസുരനെ വധിച്ചായിരുന്നു. അപ്പോൾ ആ ശംഖ് കിട്ടി. ആ ശംഖ് കയ്യിൽ പിടിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് തന്നെ ഭഗവാൻ പോവുകയും ചെയ്തു എന്ന് ആദ്യത്തെ ശ്ലോകം. പിന്നെ 2-ാമത്തെ ശ്ലോകം സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശ പ്രേമഭാര പ്രണുന്ന കാരുണ്യേന ത്വമപി വിവശ പ്രാഹിണോരുദ്ധവം തം കിഞ്ചാമുഷ്മൈ പരമസുഹൃദേ ഭക്തപര്യായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനേ ദുർലഭം ദർശയിഷ്യൻ. പശുപ സദൃശ എന്നുവെച്ചാൽ ഈ പശുപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളെ മേയ്ക്കുന്നവൻ അല്ലെങ്കിൽ അവരുടെ പതിയായിട്ടുള്ള എന്നുള്ള നിലയ്ക്ക് അവർക്ക് സാദൃശ്യമുള്ളതായിട്ടുള്ള ഈ സ്ത്രീകളെയാണ് ഉദ്ദേശിച്ചത്. അവർ വല്ലവിമാരാണ് അല്ലെങ്കിൽ ഗോപസ്ത്രീകളാണ്. അവർ സ്മൃത്വാ ഭഗവാനെ തന്നെ ഈ പശുപനെ തന്നെ സ്മരിച്ചുകൊണ്ട് ആ ഗോപസുന്ദരിമാര് പ്രേമഭാര പ്രണുന്നാഹ, എത്രത്തോളം പ്രേമം അത്രയും കൂടുതൽ ആ പ്രേമത്തിൻ്റെ ആധിക്യം കൊണ്ട് വളരെയധികം സങ്കടത്തോട് കൂടിയിട്ട് കരയുന്നവരായിട്ട്
ത്വം അഭി ഭഗവാനെ അങ്ങും അതേപോലെ തന്നെ അവരോട് കാരുണ്യം മാത്രമല്ല അത് വിവശഃ രണ്ടുപേരും വിവശന്മാരായി തീർന്നു എന്നാണ്. ഭഗവാനും വിവശനായി. ഈ ഭഗവാനെ കാണാത്തത് കൊണ്ട് ഭഗവാനെ മാത്രം ഓർത്തുകൊണ്ട് ഗോപികുമാരും വളരെയധികം ദുഃഖം അനുഭവിച്ചു. എന്നിട്ടോ കിഞ്ച മാത്രമല്ല ഭക്തപര്യായ വളരെയധികം ഭക്തി, അതിൻ്റെ ഏറ്റവും പ്രാമുഖ്യം അങ്ങനെയുള്ള പരമസുഹൃദേ അമുഷ്മൈ ഈ ആരാണ്? ഈ ഉദ്ധവൻ ഭക്തന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പരമസുഹൃത്തായിട്ടുള്ള വെച്ചാൽ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടാണ് അർത്ഥം. അത്രയുള്ളൂ. മാത്രമല്ല അമുഷ്മൈ ഈ ഉദ്ധവനായിക്കൊണ്ട് ഉദ്ധവൻ്റെ പേര് പറയാൻ പോണേ ഉള്ളൂ. സകല ഭുവനെ ഈ ഭുവനത്തിൽ മുഴുവൻ എന്ന് വെച്ചാൽ ബ്രഹ്മാണ്ടത്തിൽ എല്ലായിടത്തും എന്നുള്ള അർത്ഥത്തിലാണ്. ദുർലഭം കിട്ടാൻ കഴിയാത്തതായിട്ടുള്ള താസാം ആ ഗോപസ്ത്രീകളുടെ ഭക്തി ഉദ്രേകം, ഭക്തിയുടെ ഏറ്റവും മഹിമമായിട്ടുള്ള ഒരു അവസ്ഥ അത് ദർശയിഷ്യൻ, അത് ഉദ്ധവന് കാണിച്ചു കൊടുക്കണം എന്ന് ഭഗവാന്റെ ഒരു ആഗ്രഹം. തം ഉദ്ധവം അങ്ങനെയുള്ള ഉദ്ധവനെ പ്രാഹിണോഹോ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു. ഇവിടെ ഭാഗവതം ആദ്യം ഗോപികളെ നന്നായിട്ടൊന്ന് പറഞ്ഞു തന്നു. എന്താണ്? തന്മനസ്ക തത് ആലാപ തത് പ്രാണാഹ പിന്നെ തത് ആത്മികാഹ, അങ്ങനെ 3 വരികളെ കൊണ്ട് ഭഗവത് സ്മൃതിയായിട്ട് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട്, ഭഗവാന് വേണ്ടി ജീവിച്ചുകൊണ്ട്, ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനായിക്കൊണ്ട് ഇങ്ങനെ അനവധി ഭഗവത്തെ സ്വീകരിച്ചുകൊണ്ട് എന്താണ് ഇല്ല അങ്ങനെ ഭഗവാനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള എന്ന് ഭഗവാൻ താതാത്മ്യം കൊടുത്തു എന്നാണ്, താതാത്മ്യ ഭാവത്തെ കൊടുത്തു എന്നാണ്. അത്രയും ഉന്നതമായിട്ടുള്ള ഭാവമാണ് ഗോപികൾക്ക്. അതേപോലെ തന്നെ ഉദ്ധവനെ കാണിച്ചു തന്നത് ഉത്തമോ ബുദ്ധിസത്തമ ബൃഹസ്പതി ശിഷ്യ. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വിശേഷണങ്ങളാണ്. ഉദ്ധവൻ ആരായിരുന്നു? ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനാണ്. ഗുരുവിൻ്റെ അത് ദേവഗുരുവായിട്ട് ബൃഹസ്പതി ശിഷ്യനാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധി ആ ഉദ്ധവൻ തന്നെയാണ്. ഇങ്ങനെ പിന്നെ തനിക്ക് തുല്യനാണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഉദ്ധവനെയാണ് അവിടെ ചിത്രീകരിച്ചത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സംഘം അത് എത്രത്തോളം എങ്ങനെയാവും? 2 ഭക്തന്മാർ തമ്മിൽ കണ്ടെന്താണ്ടാവുക? 2 പേരുടെയും മനസ്സ് ആർദ്രമാവും, ഭഗവാനെ തന്നെ വിലയിക്കും. അല്ലേ? ത്വന്മാഹാത്മ്യ പ്രതിമ പിശുനം ഗോകുലം പ്രാപ്യ സായം ത്വദ്വാർത്താഭിർബഹുസ രമയാമാസ നന്ദം യശോദാം പ്രാതർദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാ പങ്കജാക്ഷ്യ ശ്രുത്വാ പ്രാപ്തം ഭവദനുചരം ത്യക്തകാര്യാ സമീയൂ. സഹ ആ ഉദ്ധവനാവട്ടെ സായം ഇതേപോലെ തന്നെയാണ്. ഇവിടുന്ന് രാവിലെ പുറപ്പെട്ട വൈകുന്നേരം അവിടെ എത്തുള്ളൂ എന്ന കൂട്ടത്തിൽ സായം സന്ധ്യയിൽ ആ ഗോപികമാരുടെ അടുത്തെത്തി. ത്വന്മാഹാത്മ്യ പ്രതിമ പിശുനം ഭഗവാന്റെ ഈ മഹത്വത്തെ എത്രത്തോളം സന്തോഷത്തെ ഉണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഗോകുലം പ്രാപ്യ ആ ഗോകുലത്തിൽ എത്തിയതായിട്ടുള്ള ആ ഉദ്ധവൻ ത്വദ്വാർത്താഭി അങ്ങയുടെ ഈ വാക്കുകളെ കൊണ്ട് നന്ദഗോപരെയും യശോദയെയും ബഹു രമയാമാസ വളരെയധികം സന്തോഷിപ്പിച്ചു. ഭഗവാന്റെ വാക്കുകൾ, ഭഗവാൻ ഇവിടെ പ്രവർത്തിച്ചായിട്ടുള്ള കംസവധം തൊട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഭഗവാനും ആ ഉദ്ധവനും തമ്മിലുള്ള ബന്ധം, ഭഗവാൻ മറ്റ് ഉഗ്രസേനൻ വസുദേവരെ ഇങ്ങനെ അവരുമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, അപ്പോൾ പലതും മരുന്ന് പഠിക്കാനുണ്ട്. അതെല്ലാം ഇപ്പോൾ ഭഗവാൻ ചെയ്യുന്നത് മുഴുവനെ ഭക്തിപരമായിട്ടാണ് ഉദ്ധവന് കാണാൻ പറ്റും. ഇവിടെ മക്കളെ എന്ന നിലയ്ക്കാണ് അച്ഛനും അമ്മയും കാണുക. അതായത് വളർത്തച്ഛനാണെങ്കിലും വളർത്തമ്മയാണെങ്കിലും മക്കളെ എന്നുള്ള നിലയ്ക്ക് തന്നെ അവർക്ക് കാണാൻ പറ്റും. കാരണം അത് അവരുടെ സ്വന്തം. അങ്ങനെ യശോദയെയും നന്ദഗോപരെയും ഒരേപോലെ സന്തോഷിപ്പിച്ചു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. പ്രാതഃ അന്നത്തെ രാത്രി കഴിഞ്ഞതിൻ്റെ ശേഷം പിറ്റേ ദിവസം രാവിലെ പങ്കജാക്ഷ്യ അപ്പോൾ താമരക്കണ്ണികൾ എന്ന് പറഞ്ഞു. എന്താ കാരണം? ഗോപികമാർക്ക് അത്ര സൗന്ദര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അവരുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഇങ്ങനെ കൃഷ്ണ താതാത്മ്യത്തിലേക്ക് എത്തിച്ചത്. ഏതായാലും ആ ഗോപസുന്ദരിമാര് മണിമയ രഥം ദൃഷ്ട്വാ സംഗീതാഹ നല്ല മണികളൊക്കെ തൂക്കിയിട്ടതായിട്ടുള്ള രത്നങ്ങൾ തൂക്കിയിട്ടതായിട്ടുള്ള സ്വർണ്ണ രഥത്തെ കണ്ടതോട് കൂടിയിട്ട് അവർക്ക് വലിയ സങ്കടമായി. അതൊരു ശങ്കയാണോ വന്ന്, അതോ പേടിയാണോ ഉണ്ടായത്, അതൊരു വിദ്വേഷമാണോ ഉണ്ടായത്, പലതരത്തിലുള്ള ഭാവങ്ങൾ ആ ഗോപികളിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്താ കാരണം?
ഒരു അക്രൂരം വന്നിട്ടാണ് ഈ കൃഷ്ണൻ ഈ രാമനെ ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പം അങ്ങനെ ഇതാ വീണ്ടും ഒരു രഥം വന്നിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാകും? ഭാഗവത പ്രകാരം പറയണത് ഞങ്ങളുടെ മാംസം എടുത്തുകൊണ്ട് അവിടെ കംസന് പിണ്ടം വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ. അത് വലിയ രഥം വേണമല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ മാംസം ധാരാളുണ്ട്, അപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാവും എന്നാണ്. ഇത് എപ്പോഴാണ് ഉദ്ധവൻ കേൾക്കണത്? രാവിലത്തെ തേവാരമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പൂർത്തീകരിച്ചിട്ടില്ല, കുറച്ചുകൂടി തേവാരം ബാക്കിയുണ്ട്. ആ സമയത്താണ് ഈ ഗോപികന്മാരുടെ ഈ വാക്ക് കേൾക്കണത്. അപ്പം ഇങ്ങനെ സംശയദൃഷ്ടിയോട് കൂടിയിട്ട് കണ്ടതായിട്ടുള്ള ഈ ഗോപികമാര് ഭവത് അനുചരം അങ്ങയുടെ ഈ സേവകനെ പ്രാപ്തം. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയത്രേ ഗോപികമാര്. പണ്ടും കൃഷ്ണൻ ഉള്ളപ്പോഴും ഏതോ യശോദര അവിടെ തന്നെ കണ്ണ കൃഷ്ണൻ പോയതിൻ്റെ ശേഷവും യശോദര അവിടെ തന്നെ ഗോപികളുടെ കണ്ണേ നോക്കണേ. അവിടെ കൃഷ്ണൻ വസിച്ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാലും ശരി, വരുമോ 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 എന്ന് രാവിലെ അത് വൈകുന്നേരം അതേ നോക്കുന്നതാണ്. എന്താണ് രാവിലെ ഭഗവാനിട്ട് വന്നിട്ടുണ്ടാവുമോ, രാത്രി വന്നിട്ട് അങ്ങനെ രാവിലെ, അതുപോലെ തന്നെ വൈകുന്നേരം എങ്ങനെ വെച്ചാൽ പശുക്കളെ കൊണ്ട് വരുമ്പോൾ വൈകുന്നേരത്തിൽ എന്ന് നോക്കുമല്ലോ, അതേ കൂട്ടത്ത് തന്നെ ചിലപ്പോൾ വൈകുന്നേരത്തിലാവും വരുന്നുണ്ടാവുക. അക്രൂരിന് വൈകുന്നേരമല്ലേ വന്നത്. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അവിടെ ഒന്ന് തൊഴുതിട്ടേ പോകാറുള്ളൂ വീടുകളിലേക്ക്. ഇങ്ങനെയാണ് അവരുടെ ഒരു ദിനചര്യ. അപ്പോൾ അവിടെ ഭവതനുചരം അങ്ങയുടെ ഈ സേവനെ പ്രാപ്തം കണ്ടിട്ട് പിന്നെയോ ശ്രുത്വ പലതും കേട്ടു. ത്യക്തകാര്യാഹ മറ്റ് ജോലികളൊക്കെ ഉപേക്ഷിച്ചു. എന്നിട്ടോ സമീയുഹു നന്ദഗോപൻ്റെ ആ വസതിയിലേക്ക് എത്തി, വീട്ടിലേക്ക്. എന്തിനാ? ഈ വന്നയാളെ കണ്ടിട്ട് എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൃഷ്ട്വാ ചൈനം തദുപമ ലസദ്വേഷ ഭൂഷാഭിരാമം സ്മൃത്വാ സ്മൃത്വാ തവ വിലസിതാനി ഉച്ചകൈസ്ഥാനി താനി രുദ്ധാലാപ കഥമപി പുനർഗദ്ഗദാം വാചമോജു സൗജന്യാദീൻ നിജപരഭിധാമപ്യലം വിസ്മരന്ത്യ ത്വത് ഉപമ ലസദ് വേഷഭൂഷാഭിരാമം. ഒന്നും പറയണ്ട, ഭഗവാന്റെ വേഷഭൂഷാദികളെ അണിഞ്ഞത് കൊണ്ട് തുല്യൻ എന്നുള്ള രീതിയിൽ തന്നെ കാണാനുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ എന്താ? ഉദ്ധവ, അങ്ങ് എനിക്ക് തുല്യനാണ് കേട്ടോ. ഇത് വേഷഭൂഷങ്ങളെ കൊണ്ടല്ല, ഭാവഹാവാദികളെ കൊണ്ട് തുല്യനാണ്, കഴിവുകളെ കൊണ്ട് തുല്യനാണ് എന്നാണ്. ഇവിടെ ഇത് വേഷം കെട്ടുകൊണ്ട് കൃഷ്ണന്റെ കള്ളവേഷം കെട്ടിയിട്ട് ആരോ വന്നിട്ടുണ്ടല്ലോ, അത് ആരാത് എന്നതാണ് തോന്നിയത്. ത്വത് ഉപമ ലസദ് വേഷ ഭൂഷ അഭിരാമം. ഭഗവാന്റെ തുല്യങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളായാലും ശരി, ആഭരണങ്ങളായിട്ടും ധരിച്ച്, എന്നാലോ കുറച്ച് മനോഹരനാണ്. ഇനി അഭിരമിക്കുന്നുണ്ട്. പിന്നെയോ ഏനം ദൃഷ്ട ഈ ഉദ്ധവനെ കണ്ടപ്പോൾ തവ ഉച്ചകൈഹി അങ്ങയുടെ ഏറ്റവും അത്ഭുതകരങ്ങളായിട്ടുള്ള താനി വിലസിതാനി ആ ലീലാവിലാസങ്ങളെയൊക്കെ ഭഗവാൻ ചെയ്ത് പലതുണ്ട്. വാക്കുകളെ കൊണ്ട്, പ്രവൃത്തികളെ കൊണ്ട് ഇവർക്ക് ചെയ്തു കൊടുത്ത്, ഇവർ അങ്ങോട്ട് ചെയ്തു കൊടുത്ത് സ്വീകരിച്ചത്, അങ്ങനെ പലതുണ്ട്. അതൊക്കെ സ്മൃത്വ അത് തന്നെ ഓർത്ത് രുദ്ധാലാഭാഹ ഉദ്ധവൻ്റെ അടുത്തെത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴാണ് ശബ്ദം ഇവിടെ വന്നു, അവിടെ അടഞ്ഞു, പിന്നെ പുറത്തേക്കൊന്നും വരില്ല. എന്താ കാരണം? കൃഷ്ണമാനസന്മാരായിട്ട് ആ സ്ത്രീകൾ മാറിപ്പോയി. അപ്പോൾ അവർക്ക് സങ്കടം വന്നു, ശബ്ദം പുറത്തേക്ക് വരാതെയായി. പിന്നെയോ പുനഃ സൗജന്യാദീൻ അതിനുശേഷം സുജനം എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ ഈ എല്ലാവരും സാത്വിക ഭാവത്തിലാണ് ഉള്ളത്, ഭഗവാന്റെ ഭക്തകളാണ്. അവർ അങ്ങനെയുള്ള കാര്യങ്ങളെ സ്മരിച്ചു, അത് കുറേശ്ശെയായിട്ട് പറയാൻ തുടങ്ങി. നിജപരഭിതം ഓരോരുത്തരും അതേപോലെ തന്നെ മറ്റുള്ളവരും തമ്മിലുള്ള ഈ ഭേദത്തെ നിജപരഭിതം ആ ഭേദത്തെ തമ്മിൽ ഒന്നിങ്ങനെ കുറേശ്ശെ പറഞ്ഞു. അതേപോലെ താനും ഉദ്ധവനും തമ്മിലുള്ള വ്യത്യാസം, ഭഗവാനും ഉദ്ധവനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഒന്ന് വേഷം കെട്ടാണ്. അതേപോലെ തന്നെ ഉദ്ധവൻ എന്നുള്ളത് അന്യപുരുഷനാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ചെല്ലാൻ പാടും, ഭഗവാനോട് ചെല്ലാൻ ഉദ്ധവൻ്റെ അടുത്ത് ചെല്ലാൻ പാടും, അത് ചെല്ലാൻ പാടില്ല. അപ്പോൾ ഇവർ സ്ത്രീകളാണ്, ഉദ്ധവൻ പുരുഷനാണ്. ഈ കാര്യങ്ങൾ, ഈ ഭേദബുദ്ധി മുഴുവനും മറന്നുകൊണ്ട് നിജ പരഭിതാം അഭി അലം വിസ്മരന്ത്യ അത് മുഴുവനും മറന്നു. എന്നിട്ടോ കഥമഭി വളരെ ക്ലേശിച്ചുകൊണ്ട് ഗദ്ഗതാം വളരെ കരഞ്ഞുകൊണ്ട് തൊണ്ട ഇടറിക്കൊണ്ട് വാചമോചു പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള വാക്കുകളെ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ
ഗോപികൾക്കും അറിയില്ല, അതേപോലെ തന്നെ ഉദ്ധവനും പറ്റുന്നില്ല. കാരണം അത്രയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ താതാത്മ്യ ഭാവത്തിനാണല്ലോ പറയുന്നത്, അതുകൊണ്ട് സ്വീകരിക്കുന്നതിനും ആ രീതിയിലാണ്. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗര സുദൃശാം ഹരേ നാഥപായ ആശ്ലേഷാണാം അമൃതവപുഷോ ഹന്ത തേ ചുംബനാനാം ഉന്മാദാനാം കുഹക വചസാം വിസ്മരേ കാന്ത കാവാ. അല്ലയോ ശ്രീമൻ ഭഗവാനെ, അല്ലെങ്കിൽ ഭഗവത് തുല്യനായിട്ടുള്ള കപട വേഷക്കാര, അതാണ് ശ്രീമൻ ഉദ്ധവനെ സംബോധന ചെയ്തത്. ത്വം ഭഗവാനെ, അങ്ങ് നിർദ്ദയേന, ഒരു കാരുണ്യമില്ലാത്തതായിട്ടുള്ള ആ കൃഷ്ണനാൽ പിതൃജനകൃതേ, ഈ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിത പറഞ്ഞയക്കപ്പെട്ടയാളാണോ, ദൂതനാണോ, നഗര സുദൃശാം, ഈ നാഗരികമായിട്ടുള്ള ജീവിത ശൈലികളൊക്കെ പട്ടണത്തിലേതുപോലെ അങ്ങനെ ജീവിക്കുന്നതായിട്ട് സുന്ദരികളുടെ ദൂതനാണോ, നഗര സുദൃശാം കാന്ത, മാത്രമല്ല ആ സ്ത്രീകളുടെയൊക്കെ കാന്തനായിട്ടുള്ള ഈ കൃഷ്ണൻ പറഞ്ഞയച്ചതാണോ, അസൗ, ഈ കൃഷ്ണൻ ക്വഹ, എവിടെയാ ഇപ്പോൾ ആ സ്ത്രീകളുമായിട്ട്, പട്ടണത്തിലെ സ്ത്രീകളുമായിട്ട് സുഖിച്ചിരിക്കല്ലേ, ആ കള്ളകൃഷ്ണൻ എവിടെയാ ഇപ്പോൾ? അവിടെ ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ദൂതനായിട്ട് വന്നതാണോ, അതോ അച്ഛനായിട്ട് എന്തെങ്കിലും ദൂത് പറഞ്ഞയച്ചത് അങ്ങനെ വന്നതാണോ? ഹരേ, ഇതാണ് പറഞ്ഞോട് കൂടിയിട്ട്. കാരണം കൃഷ്ണനെ കുറച്ചിങ്ങനെ കുറ്റപ്പെടുത്തിയല്ലോ, അതാണ് പറഞ്ഞോട് കൂടിയിട്ട് അവരുടെ മനസ്സ് മാറി. അപ്പോൾ ഭഗവാനെ വിളിച്ചു. എങ്ങനെയാണ്? അനന്യ ശരണാഗതിയാണ് ആ സമയത്ത്. ഹരേ നാഥ പായാഹ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രകാരം പ്രാർത്ഥിച്ചു. കാന്ത, അതേപോലെ ഞങ്ങൾ അവിടുത്തെ പത്നിമാരാണ്, ഞങ്ങൾ എപ്പോഴും അങ്ങയെ അത്രയും നല്ല മനസ്സോട് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാന്തനാണ് അങ്ങ്. അങ്ങയുടെ ഓരോന്നും അത്രയും അമൃതമാണ്. ഇനി ശരീരമായാലും അതെ, വാക്കായാലും അതെ, നോട്ടം തൊട്ടുള്ള ഓരോന്നായാലും അതൊക്കെ അമൃതവപുഷ, ഭഗവാന്റെ ഈ അമൃതപൂർണമായിട്ടുള്ള ഈ ശരീരം കൊണ്ട്, അതേപോലത്തെ ആശ്ലേഷാണാം, അങ്ങയുടെ ആലിംഗനാദികൾ, ചുംബനാനാം, രാസക്രീഡാ സമയത്ത് ചെയ്തതായിട്ട് എന്തൊക്കെ ഒന്നും പറയാൻ നിർത്തിയില്ല. ജനിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധേ. ഉന്മാദാനാം, എന്തൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകളാണ് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നത് ഭഗവാനെ. കുഹകവചസ, എന്തൊക്കെ വാക്കുകളാ, കളിവാക്കുകൾ പറഞ്ഞായിരുന്നു. ചെരുപ്പ് കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് കൊണ്ടുവന്നായിരുന്നു. അതേപോലെ വെണ്ണ ഇറങ്ങാഞ്ഞിട്ട് ചൂട് പാല് വേണം പറഞ്ഞാൽ അത് ഒന്നിച്ച് ഇറങ്ങി പോകും. ചുട്ടിട്ട് വയ്യ പറഞ്ഞാൽ ആദ്യം വെണ്ണ വാങ്ങി തിന്നും. എന്തൊക്കെ എന്നുള്ളത് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പിന്നെ കളിവാക്കുകളായാലും പലതും കുഹകവചസ കാവാ വിസ്മരേത്, ഇത് ആർക്കാ ഒന്ന് മറക്കാൻ സാധിക്കുക? ഇങ്ങനെ ഭഗവത് സ്മൃതികളോട് കൂടിയിട്ട് ഉദ്ധവനോട് പലതും പറഞ്ഞു. രാസക്രീഡാ ലുളിത ലളിതം വിശ്ലതേശപാശം മന്ദോദ്ഭിന്ന ശ്രമജലകണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ധേ സഹൃദവി സമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാൽ ഭുവനമദന ത്വൽപ്രിയാസ്ത്വാം വിലേപു. കാരുണ്യാബ്ധേ, ഒരു സമുദ്രം തന്നെയാണ് ഭഗവാൻ ഈ കരുണയുടെ കാര്യത്തിൽ. അപ്പോൾ ഇന്നയാൾക്ക് കൂടുതൽ കൊടുക്കുക, രാധയ്ക്ക് കൂടുതൽ കൊടുക്കാൻ ഞങ്ങൾക്ക് തരാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ അച്ഛനമ്മമാർക്ക് കൂടുതൽ കൊടുത്തു, കൂട്ടുകാർക്ക് കൂടുതൽ കൊടുത്തു, പശുക്കൾക്ക് കൂടുതൽ കൊടുത്തു, പിന്നെയും ഞങ്ങൾക്ക് തരാനുള്ളത് ഒട്ടും ബാക്കി അല്ലാൽ കുറവില്ല, അത്രയും കൂടുതൽ. അങ്ങനെയുള്ള കാരുണ്യാബ്ധേ രാസക്രീഡ ലളിത ലളിതം, ഈ രാസക്രീഡയിൽ എത്രത്തോളം അതിസുന്ദരമായിട്ടും ആകർഷകമായിട്ടും എന്തൊക്കെ മഥനങ്ങളാണ് ഞങ്ങളോട് നടത്തിയത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ ഭഗവാൻ എങ്ങനെയൊക്കെ ആകർഷകമാക്കി അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിശ്ലതേശപാശം, കെട്ടഴിഞ്ഞതായിട്ട് തലമുടികൾ കൂടിയിട്ട് അവിടെ രാസക്രീഡ ചെയ്യുന്ന സമയത്ത് പലതുണ്ടായിട്ടുണ്ട്. മന്ദോദ്ഭിന്ന ശ്രമജലഗണം, വേർപ്പ് തുള്ളികളൊക്കെ പുറമെ വന്നിട്ടുണ്ട്. അതേപോലെ ലോഭനീയം, അത്യധികം ലോഭിപ്പിക്കുന്ന, ഇനി കിട്ടിയാൽ പോരാ ത്വദംഗം, അങ്ങയുടെ ഈ ശരീരം സമാലിംഗിതും, വീണ്ടും ആലിംഗനം ചെയ്യുന്നുള്ള ആഗ്രഹമുണ്ട്. സഹൃദവി, ഇനി ഒരിക്കലെങ്കിലും ആ ആലിംഗനം ചെയ്യാൻ പറ്റുമോ? ദർശയ, ഒന്ന് കാണിച്ചു തരുമോ? ഇതി ഭുവനമദന, അല്ലയോ ലോകത്തെ മുഴുവൻ ഇങ്ങനെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള, മറ്റുള്ളവരെ ഇങ്ങനെ ആകർഷിച്ചിട്ട് തൊടാൻ കിട്ടാതെ കാണാൻ
കിട്ടാതെ കയ്യിൽ കിട്ടാതെ കണ്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള, എല്ലാവരെയും ഒരേപോലെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാനെ, ത്വൽപ്രിയാഹ, അങ്ങയുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഞങ്ങൾ, അങ്ങയുടെ ദാസികളായിട്ടുള്ള ഞങ്ങൾ, പ്രേമോന്മാദാത്, വളരെയധികം പ്രേമത്തോടു കൂടിയിട്ട് ഒരു ഉന്മാദാവസ്ഥയെ ഞങ്ങളെ പ്രാപിപ്പിച്ചിട്ട് ഇനി എന്നാ ഭഗവാനെ ഞങ്ങൾക്കൊന്ന് അങ്ങയെ ആലിംഗനം ചെയ്യാൻ സാധിക്കുക? അങ്ങനെ ത്വാം പിതേഭൂ, അങ്ങയെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ഗോപികമാര് വളരെയധികം കരഞ്ഞു. എത്ര കരഞ്ഞു ചോദിച്ചാൽ ശരി, ഇതെല്ലാം ഉദ്ധവ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഏവം പ്രായൈ വിവശവചനൈ ആകുലാ ഗോപികാസ്താഹ ത്വൽ സന്ദേശൈ പ്രകൃതിം അനയൽസോത വിജ്ഞാനഗർഭൈ ഭൂയസ്താഭ്യമുദിതമതിഭിഃ ത്വന്മയീഭിഃ വധൂഭിഃ തത്തദ്വാർത്താ സരസമനയൽ കാനിചിത് വാസരാണി. അതിനുശേഷം സഹ ഉദ്ധവഃ ഏവം പ്രായൈഹി, ഇങ്ങനെ അഭിപ്രായപ്പെട്ടവരായിട്ടുള്ള, വിവശവചനൈഹി ആകുലാഹ താഹ ഗോപികാഹ, വളരെയധികം പാരവശ്യം കാണിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നതായിട്ടുള്ള, വളരെയധികം വേവലാതിപ്പെടുന്നതായിട്ടുള്ള ആ ഗോപികമാരുടെ വിജ്ഞാനഗർഭൈഹി, വിജ്ഞാനം നിറഞ്ഞതായിട്ടുള്ള ആ ഒരു ഭാവത്തെ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ആ കടമ എന്താണ്? ഈ ഗോപികൾക്ക് അവർ ഇപ്പോൾ അനുഭവിക്കുന്നത് നിസ്സാരമാണ്, അല്ലെങ്കിൽ അതിനെ അത്ര സാരമാക്കി എടുക്കേണ്ടതില്ല. ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയും നിലനിൽക്കുന്നതാണ് തൻ്റെ സംഘം എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വിജ്ഞാനഗർഭൈഹി ത്വൽ സന്ദേശൈഹി, ഈ ഉദ്ധവൻ എന്ത് ചെയ്തു? ഭഗവാൻ കൊടുത്തതായിട്ടുള്ള ഭഗവത്വം ഉൾപ്പെട്ടതായിട്ടുള്ള ഈ സന്ദേശത്തെ ഈ ഗോപികമാർക്ക് പ്രകൃതി അനയത്, പ്രകൃതിയെ അല്ലെങ്കിൽ പ്രാകൃതാവസ്ഥയിലാണല്ലോ ശരീരം സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാനും, അതേപോലെ തന്നെ ശരീരബോധത്തോടു കൂടി ജീവിക്കുന്ന ഈ ഗോപികമാരും. അപ്പോൾ പ്രാകൃതിക തത്വങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആദ്യം സ്വസ്ഥത വരുത്തുക, അതിനുശേഷമാവാം മറ്റ് ആത്മതത്വത്തിലേക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ പ്രകൃതി തത്വത്തെ നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. ഭൂയഹ മുദിതമതിഭി, അതിനുശേഷം സന്തോഷത്തോടു കൂടിയിട്ട് എന്താണ്, ഞാനും നിങ്ങളും വ്യത്യാസമൊന്നുമില്ല, പഞ്ചഭൂതാത്മക ശരീരമാണ് എന്നും, അതേപോലെ നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവനും അതൊക്കെ ബ്രഹ്മാംശം തന്നെയാണ്, ഞാനും അതിൽ പെട്ടത്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല, പിന്നെ വേറെ തിരിഞ്ഞിരിക്കണില്ല, ഞാൻ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അതുപോലെ എന്ന് ചോദിച്ചു എന്നതാണ്. ഭൂയാഹ മുദിതമതിഭി, ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് അതീവ സന്തോഷത്തോടു കൂടിയിട്ട് ത്വന്മയേഭി, അപ്പോൾ താതാത്മ്യം പ്രാപിച്ചതായിട്ടുള്ള ആ ഗോപികമാര്, താഭിവധൂഭി, ആ ഗോപികമാരോട് കൂടിയിട്ട് തത്തദ്വാർത്ത സരസം, അതാത് വർത്തമാനങ്ങൾ എപ്പോഴൊക്കെയാണോ ഭഗവാൻ ഈ ഗോപികമാരുമായിട്ട് വർത്തമാനം പറഞ്ഞ് അല്ലെങ്കിൽ ലീലകളാടിക്കൊണ്ട് അതല്ലെങ്കിൽ സംഗമിച്ചുകൊണ്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തിയത്, അതെല്ലാം അവരുടെ മനസ്സിലുണ്ട്. അതിനെയൊക്കെ ഒന്നും കൂടി അവരാൽ ഉദ്ധവനോട് പറയപ്പെട്ടു. ഉദ്ധവൻ അതിനൊക്കെ നല്ലോണം സ്വീകരിച്ചു. കാഞ്ഞിച്ചിൽ ഇങ്ങനെ കുറേ ദിവസം 3.5 മാസത്തോളം വാസരാണി അനയത് അവിടെ നന്നായിട്ട് തന്നെ കഴിച്ചുകൂട്ടി. പ്രോദ്ഗാനൈഹി സഹിതമനിശം സർവതോ ഗേഹകൃത്യം ത്വദ്വാർത്തൈവ പ്രസരതിമിഥ സൈവ ചോത്സ്വാപലാഭ ചേഷ്ടാ പ്രായസ്ത്വദനുകൃതയസ്ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്ര വ്യമുഹത് അധികം വിസ്മയാദുദ്ധവോയം സർവതഃ അനിശം ഗേഹകൃത്യം. ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഒരേപോലെ ഗൃഹകൃത്യങ്ങളെ മുഴുവൻ പ്രോദ്ഗാനൈഹി സഹിതം, അങ്ങനെയാണ് സദാസമയത്തും ഭഗവാൻ ചെയ്തതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളെ പാട്ടുകളായിട്ട് പാടിക്കൊണ്ട് അത് സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അതിനെ സ്മരിച്ചുകൊണ്ട് അവരുടെ ഗൃഹകൃത്യങ്ങൾ അവർ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. പക്ഷേ ഭഗവാനെ പറ്റി സ്മരിക്കാതിരിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്യില്ല. ഇങ്ങനെ മിഥഹ, അതേപോലെ അവർ തമ്മിൽ
ഗോപികൾ തമ്മിൽ ഗോപികളും ഗോപന്മാരും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിൽ ഇങ്ങനെ സദാസമയത്തും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ത്വദ്വാർത്തായവ അങ്ങയെ കുറിക്കുന്നതായിട്ടുള്ള വാക്കുകൾ മാത്രം സദാസമയത്തും പറയണു. പ്രസരതി ഇങ്ങനെ അവർ വീടിൻ്റെ അകത്തേക്കായാലും പുറത്തേക്കായാലും അവരിങ്ങനെ പോകുന്നത് മുഴുവൻ ഈ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ടാണ്. ഉത്സ്വാപലാപാഹ ഉറക്കത്തിൽ പോലും ഇവർ പറയുന്നത് കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള സംവാദമാണോ? അത് തന്നെയല്ലേ ഉറക്കെ പറയണത്. എൻ്റെ കൃഷ്ണ അങ്ങനെ ചെയ്യരുത് ഈ ജാതി, അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ. സായേവ അങ്ങയെ കുറിക്കുന്നതാകണല്ലോ. ഇത് അത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ. ചേഷ്ടാഹ അതേപോലെ പ്രവൃത്തികളോ തന്മനസ്കാഹ തദാലാപാഹ പലതുണ്ട്. അപ്പോൾ തൽ വിചേഷ്ട ആ ചേഷ്ടകളെ ഭഗവാൻ എപ്രകാരത്തിലാണോ ഈ ഗോവർദ്ധനോദ്ധാരണം ചെയ്തത്, അതല്ലെങ്കിൽ ആകാശത്തിനെ കൊന്നത്, പലതരത്തിലുണ്ട്. അതൊക്കെ ഇവര് അനുകരിച്ചേർന്നു ഈ രാസലീല സമയത്ത്. അത് അതേപോലെ തന്നെ ചെയ്തു. എന്നിട്ടോ ആ ചേഷ്ടകളെ കാണിച്ചു. പ്രായ മിക്കവാറും അനുകൃതയ അങ്ങയെ അനുകരിച്ചുകൊണ്ട്. ഏവം തത്ര അവിടെ സർവം എല്ലാം ത്വന്മയം ദൃഷ്ട മുഴുവൻ ഭഗവന്മയമായിട്ട് കണ്ടു. ഗോപന്മാർ മാത്രമല്ല കേട്ടോ, ഗോപികൾ മാത്രമല്ല കേട്ടോ, സസ്യജാലങ്ങളായാലും ശരി, ഈ പശു വർഗങ്ങൾ മുഴുവനും ഒരേപോലെ ഭഗവാനെ തന്നെ അറിയുന്നു, അനുഭവിക്കുന്നു. ഭഗവാൻ അവിടെ ഇല്ലെങ്കിലും, ഭഗവാൻ അവിടെ ഇല്ല എന്നുള്ളത് ലവലേശം തോന്നില്ല. അങ്ങനെ അയം ഉദ്ധവ ഈ ഉദ്ധവൻ അധികം വിസ്മയാത് വ്യമോഹത് എത്രത്തോളം വിസ്മയം കൊണ്ടു അറിയില്ല, എത്രത്തോളം മോഹിക്കപ്പെട്ടു എന്നറിയില്ല. താൻ ഭക്തനാണ് എന്ന് വിചാരിച്ചത് വലിയ തെറ്റായിപ്പോയല്ലോ എന്ന് മനസ്സിലായി. ഇത്ര ഭക്തിമത്തായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ എനിക്കിവിടെ വരാൻ സാധിച്ചുവല്ലോ, ഭഗവാൻ വെറുതെ അല്ല എന്നെ ഇവിടേക്ക് വിട്ടത് എന്ന് മനസ്സിലായി. എല്ലാ സമയത്തും ഭഗവാനെ ഓർക്കുന്നുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ സമർപ്പണമില്ല. ഈ സമർപ്പണ ബുദ്ധിക്കല്ലേ ഭഗവാൻ കൂടുതൽ അനുഗ്രഹം തരിക. അതെന്തുകൊണ്ട് എനിക്ക് കിട്ടണില്ല, ഈ ഒരു ധാരണ വന്നു. അതോട് കൂടിയിട്ട് ഭഗവാന്റെ സന്ദേശം കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ, പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്തിരിക്കുന്നതായിട്ടുള്ള രാധയോട് പറഞ്ഞു, രാധായാമേ പ്രിയതമമിതം മൽപ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മൽപ്രിയേവ ഇത്യാദ്യേവ പ്രവദതി സഖി ത്വൽപ്രിയോ നിർജ്ജനേ മാം ഇത്തം വാദൈഹി അരമയദയം ത്വൽപ്രിയാമുൽപരാക്ഷീം. ഇങ്ങനെ ഇതമ്മേ രാധായ പ്രിയതമം, ഇത് എനിക്ക് എൻ്റെ രാധയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ന് എന്നോട് സ്വകാര്യമായിട്ട് ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞാൻ അന്ന് ഓടക്കുഴൽ അവിടെ കൊടുത്തു പോന്നിട്ടുണ്ട്. ഓടക്കുഴൽ എന്തൊരു ഇഷ്ടമാണ് രാധയ്ക്ക്. ഇങ്ങനെ ഓരോന്നും രാധയ്ക്ക് ഇതാണ് ഇഷ്ടം, രാധയ്ക്ക് അതാണ് ഇഷ്ടം. മൽപ്രിയ എൻ്റെ സ്വന്തമാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് രാധ. ഏവം ബ്രവീതി ഇങ്ങനെ കൃഷ്ണൻ എല്ലായ്പ്പോഴും എന്നോട് മധുരയിലിരുന്ന് പറയാറുണ്ട്, സഖേ ത്വം മാനിനി മൽപ്രിയ ഇവം. അല്ലയോ സ്നേഹിത, അങ്ങ് പ്രണയകുപിതയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടതായിട്ടുള്ള രാധയെ എന്ന പോലെ ഉദ്ധവനോട് കൃഷ്ണൻ ഉദ്ധവനെ രാധയായി കണ്ടുകൊണ്ട് പലതും പറയാറുണ്ട്. ഇതും കൂടി പറഞ്ഞപ്പോഴേ അപ്പോൾ വല്ലാത്തൊരു ഭാവത്തിലേക്ക് ഗോപികമാരെ മുഴുവൻ എത്തിച്ചേർന്നു. കിം മൗനം കലയസി, എന്തിനാ ഇങ്ങനെ മൗനത്തെ ഭജിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറയൂ. ഉദ്ധവൻ എന്താ പറയുക, രാധ അറിയില്ല, അല്ലെങ്കിൽ രാധയുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ടില്ല, രാധയുടെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണനോട് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അബദ്ധമായാലോ? അപ്പോൾ ഉദ്ധവനൊന്നും മിണ്ടില്ല. അപ്പോൾ പറയാണ്, എന്തിനാ രാധ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണത്? എന്നോട് ചോദിച്ചായിരുന്നു. ഇതൊക്കെ രാധകരെ കേൾക്കുമ്പോഴേ രാധയായിട്ട് ഉദ്ധവനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എന്നാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നില്ലേ എന്ന് ഉള്ളിൽ തോന്നി പാവം രാധകെ. ഇതൊക്കെ ഉദ്ധവൻ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് സഖി ത്വൽപ്രിയ അങ്ങയോ അല്ലയോ സഖി രാധേ, നിന്റെ ഈ പ്രിയൻ ഈ കൃഷ്ണൻ നിർജ്ജനെ ആരുമില്ലാത്തിടത്ത് വെച്ച് ഇത്യാദിയേവ മാം പ്രവദതി, ഇങ്ങനെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള വാക്കുകളെ കൊണ്ട് രാധയെ മാത്രം സ്മരിച്ചുകൊണ്ട് എന്നോട് പലതും ചെയ്തു പറഞ്ഞു അനുഭവിപ്പിച്ചു. ഇങ്ങനെ പ്രവദതി ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇത്തം വാദേഹി ഇപ്രകാരമുള്ള വാക്കുകളാൽ
ത്വൽപ്രിയ, അങ്ങയുടെ പ്രിയപ്പെട്ടതായിട്ടുള്ള ഉൽപ്പലാക്ഷിയും ഈ രാധ ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ ഗോപികമാരെയും അയം അരമയത് വളരെ നന്നായിട്ട് തന്നെ ഉദ്ധവൻ സന്തോഷിപ്പിച്ചു. ഭഗവാന്റെ വാക്കുകളാണ് പറയുന്നത് കൊണ്ട് കാര്യമില്ല. പക്ഷെ പറഞ്ഞത് ഉദ്ധവനാണെങ്കിലും അവിടെ ഉദ്ധവനെ പോലും രാധയായിട്ട് കൃഷ്ണൻ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരിലും രാധയെ കാണുന്ന, അല്ലെങ്കിൽ എല്ലാവരിലും ഗോപികളിലെ കാണുന്നതായിട്ടുള്ള കൃഷ്ണനെയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ഇവര് സർവ്വതും കൃഷ്ണനായിട്ട് കാണുന്നു, കൃഷ്ണൻ സർവ്വതും ഗോപികളായിട്ട് കാണുന്നു. ഇത് വല്ലാത്തൊരു താതാത്മ്യമായിട്ട് അവർക്ക് തോന്നി. എന്നിട്ടോ ഏഷ്യാമിദ്രാഗനുപഗമനം കേവലം കാര്യഭാരാത് വിശ്രേഷേഭി സ്മരണദൃഢത സംഭവാൻ മാസ്തു ഖേദഃ ബ്രഹ്മാനന്ദേ മിളതി ന ചിരാൽ സംഗമോ വാ വിയോഗ തുല്യോ വാ സ്യാത് ഇതി തവ ഗിരാ സോർഗോന്നിർവൃതാസ്താ. ദ്രാക്ക് വളരെ വേഗം തന്നെ ഏഷ്യാമി, ഞാനിവിടെ വന്നോളാട്ടോ, ഇങ്ങനെ കള്ളകൃഷ്ണൻ എന്നാണ് പറയണമല്ലോ ഗുരുവരപ്പ. അനുപഗമനം, വരാതിരിക്കുന്നത് കേവലം കാര്യഭാരാത്. ഇതാ എനിക്ക് ഈ അമ്പാടിക്ക് വരണമെന്ന് മോഹമുണ്ട്, വൃന്ദാവനത്തിലേക്ക് വരണമെന്ന് മോഹമുണ്ട്, നിങ്ങളായിട്ടുള്ള ഗോപികൾമാരെ സന്തോഷിപ്പിക്കണം, ഒപ്പം കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, എനിക്കിവിടെ എത്രയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല. വിശ്ലേഷേ അഭി, ഇങ്ങനെ വേർപാടുണ്ട് എങ്കിലും സ്മരണ ദൃഢത സംഭവാത്, എന്നെക്കുറിച്ച് സദാസമയത്തും നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം, ഓർമ്മയുണ്ടാവണം. ഞാൻ സദാസമയത്തും നിങ്ങളെ മാത്രമാണ് ഓർമ്മിക്കുന്നത്. ഖേദം മാസ്തു, അതുകൊണ്ട് ദുഃഖം ഉണ്ടാവരുത് കേട്ടോ ഗോപികമാരെ. എന്ന ചിരാത്, ഏറ്റവും വേഗം തന്നെ, വളരെ കാലതാമസം കൂടാതെ കണ്ട് തന്നെ ഞാൻ അവിടെ നിങ്ങളുടെ അടുത്ത് എത്തിക്കോളാം. ബ്രഹ്മാനന്ദേ മിളതി, അതിശാശ്വതമായിട്ടുള്ള പരമാനന്ദം, സച്ചിദാനന്ദം, അതല്ലെങ്കിൽ ഭഗവത് പ്രാപ്തി. സംഗമഹ വാ വിയോഗഹ വാ, ഇത് രണ്ടായാലും സംയോഗം ഉണ്ടായാലും വിയോഗം ഉണ്ടായാലും ഒരേപോലെ തന്നെ വഹ, നിങ്ങൾക്ക് തുല്യഹ, സമമായി തീരൂട്ടോ. സ്യാത്, ഭവിക്കും, യാതൊരു സംശയമില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാൻ അടുത്തുണ്ടെന്ന് തോന്നുന്നില്ലേ? ഉദ്ധവനല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ എന്നിലുണ്ട് എന്നുള്ള ഉദ്ധവ പറഞ്ഞില്ലേ? ഉദ്ധവന്റെ സന്ദേശം ഉദ്ധവനാണ് പറയുന്നത് കൊണ്ട് കാര്യമില്ല. കൃഷ്ണനാണ് ഇത്, കൃഷ്ണൻ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളിലുള്ളത്, കൃഷ്ണനിൽ ഞങ്ങളുണ്ട് എന്നുള്ള ബോധത്തിൽ എത്താൻ സാധിച്ചു. ഭഗവാന്റെ ഈ വാക്കാണ്. ഇങ്ങനെ അത് ഉറപ്പിച്ചു ഭഗവാൻ. അത് തുല്യ സ്യാദ് സ, ഇങ്ങനെ എന്ത് ചെയ്തു? സഹ ഉദ്ധവ ഇതി തവഗിരം, ഭഗവാന്റെ ഈ വാക്കുകളെ താഹ നിർവ്യഥാസ്ത അകരോത്, ആ ഗോപികമാരെ ഒട്ടും വ്യഥയില്ലാത്തവരാക്കി തീർത്തു, സന്തുഷ്ടകളാക്കി തീർത്തു. അപ്പോൾ ആ താതാത്മ്യം വന്നതോട് കൂടിയിട്ട് അവരുടെ മനസ്സുണ്ടായിരുന്ന ആ സകല ദുഃഖങ്ങളും ഇല്ലാണ്ടായി. ഇത് ഇനിയിപ്പോൾ ഭഗവാൻ അങ്ങോട്ട് വന്നാലും വിരോധമില്ല, വന്നില്ലെങ്കിലും വിരോധമില്ല. കാരണം ഞങ്ങൾ കാരണം കൊണ്ട് ഭഗവാന്റെ തടസ്സങ്ങൾക്ക് വിഘ്നം വരാൻ പാടുമോ? അതൊരിക്കലും പാടില്ല. ഭഗവാന്റേതായിട്ടുള്ള എന്താണോ പ്രവർത്തികൾ അത് മുഴുവൻ ചെയ്തു കൊള്ളട്ടെ, ഭഗവാന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവട്ടെ, അതിന് ഞങ്ങളൊരു ദുഃഖഹേതു ആകുകയേ ഇല്ല എന്ന് ഉദ്ധവനോട് പറഞ്ഞു ആ ഗോപികൾ. ഏവം ഭക്തി സകല ഭുവനേ നേക്ഷിത ന ശ്രുതാവ കിം ശാസ്ത്രൗഖൈ കിമിഹ തപസ ഗോപികാഭ്യോ നമോസ്തു ഇതി ആനന്ദാകുലമുപഗതം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ പാഹി മാം ആമയൗഘാത്. ഇങ്ങനെ ഏവം ഭക്തി, ഇങ്ങനെയുള്ള ഈ താതാത്മ്യ ഭക്തി സകല ഭുവനെ ന ഈക്ഷിത ന ശ്രുതാവ, ഇങ്ങനെയുള്ള ഭക്തി ഈ 3 ലോകങ്ങളിലും ബ്രഹ്മാണ്ടത്തിലും മുഴുവനും ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇവിടെ ഈ ശാസ്ത്രമൊക്കെ എത്ര ശാസ്ത്രങ്ങളാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ ഗുരു ബൃഹസ്പതിയാ, ആ ബൃഹസ്പതിക്ക് പോലും ഇതൊന്നും പറഞ്ഞു തരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഈ കൃഷ്ണൻ പറഞ്ഞു തന്നതോ, ഇത് എൻ്റെ രാധയാണ്, ഇതെൻ്റെ രാധയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്, നീ തന്നെ എൻ്റെ രാധയാണ്. ഉദ്ധവനോട് പറഞ്ഞിട്ടേ, എന്താ ഇങ്ങനെ മൗനം പാലിക്കണത്, പറയൂ എന്തെങ്കിലും. എന്ത് പറയുന്നു, ഇത് മനസ്സിലാവട്ടെ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായതേ. അപ്പോൾ ഇത് ഏത് ശാസ്ത്രത്തിലാണ് ഉണ്ടാവുക, ഏത് തപസ്സുണ്ടായി കിട്ടുക? കിം തപസ കിം, ഒന്നും കിട്ടാൻ കൂട്ടിയാൽ പറ്റില്ല. അതുകൊണ്ട് ഗോപികാഭ്യോ നമോസ്തു, ഗോപികമാരെ ഞാനിതാ നിങ്ങളെ നമസ്കരിക്കുന്നു. വന്ദേ നന്ദവ്രജസ്ത്രീണ പാദരേണുമഭീക്ഷ്ണശാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നിങ്ങളുടെ ഈ ഭക്തി ഉണ്ടല്ലോ, 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുക എന്ന ഈ ഭക്തി, അത്
എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട അതിനെ നിങ്ങളുടെ പാദധൂളിക്ക് എനിക്ക് നമസ്കരിക്കാനുള്ള അർഹതയുള്ളൂ. അതുകൊണ്ട് ഗോപികളെ നിങ്ങളുടെ പാദധൂളിക്ക് ഇതാ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ ആ ഉദ്ധവരെ ഗോപസ്ത്രീകളെ നമസ്കരിച്ചു, ഗോപിക പാദധൂളികളെ നമസ്കരിച്ചു. ഇങ്ങനെ സദാസമയത്തും കൃഷ്ണൻ്റേതായിട്ടുള്ള ഗോപികൾ കൃഷ്ണനെയും സ്മരിക്കുന്നുവല്ലോ. എപ്രകാരത്തിലാണോ ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്നത്, രണ്ട് ശരീരത്തിലെ രണ്ട് അവസ്ഥയിൽ രണ്ട് സ്ഥലത്ത് ഇരിക്കുന്നു, എന്നിട്ടും ഒന്നായിട്ട് അനുഭവിക്കുന്നുവല്ലോ. ഇങ്ങനെ ഒരു താതാത്മ്യ ഭക്തി ഉണ്ടാവണ്ടേ? അത് എളുപ്പമല്ല. ആ ഗോപികൾക്ക് ഇതാ ഞാൻ നമസ്കാരം പറയുന്നു. ഗോപികാഭ്യോ നമോസ്തു ഇതി ഗോകുലാത് ആനന്ദകുലം. ഇങ്ങനെ ഗോകുലത്തിൽ നിന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഉപഗതം തിരിച്ച് മധുരയിലെത്തിയതായിട്ടുള്ള ഉദ്ധവം. ആ ഉദ്ധവനെ ദൃഷ്ട കൃഷ്ണൻ കണ്ടു. നല്ലോണം ഉള്ളിൽ സന്തോഷം വന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നുണ്ട്. ഉദ്ധവം ദൃഷ്ട ഹൃഷ്ട. ആ ഉദ്ധവനെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷവാനായിക്കൊണ്ട് ഗുരുപുരപദേ ഗുരുവായൂരപ്പ ആമയൗഖാത്മാം പാഹി. ഗുരുവായൂരപ്പ മേക്കത്തൂര് വിളിക്കുക, എൻ്റെ കൃഷ്ണ. അതേപോലെ തന്നെ എന്നിലുള്ള ഈ എന്തൊക്കെ ദുഃഖങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ ശരീരത്തിന് ഇരിക്കാൻ വയ്യാട്ടോ. വാദം കൊണ്ട് ഞാൻ വല്ലാതെ കണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കണു. മാത്രമല്ല പലരും പലതും പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ സ്വസ്ഥമായിട്ട് എനിക്ക് അങ്ങയെ സ്മരിക്കാനും സാധിക്കുന്നില്ല. ഈ ഗോപികമാരെ പോലെയോ ഉദ്ധവനെ പോലെയോ അങ്ങയെ സമീപിക്കാൻ, അങ്ങയെ ആശ്രയിക്കാൻ എനിക്കും സാധിക്കുമാറാകണേ. അതിനെനിക്ക് ഈ രോഗങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കി തരണേ, എന്നെ രക്ഷിക്കണേ എന്ന പ്രകാരം മേൽപ്പത്തൂര് കൃഷ്ണനോട് പ്രാർത്ഥിക്കണം. നമുക്കും ഭഗവാനെ ഒന്ന് ഈ ഉദ്ധവൻ ഗോപസ്ത്രീകളെ നമസ്കരിച്ചായിട്ടുള്ള മന്ത്രത്തെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാം. എല്ലാവരും ആ മന്ത്രം ഒന്ന് ഏറ്റു ചൊല്ലുക. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. ഭഗവാന്റെ ഭക്തകളായിട്ടുള്ള ഗോപികമാരെ പോലെ തന്നെ നമുക്കും ശിഷ്ടകാലത്ത് ജീവിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൽക്കാലത്ത് സമർപ്പിക്കുന്നു. ഇനി നമുക്ക് ഒരു ഊണുപാട്ട് പാടിയിട്ട് അല്ലേ ഊണ് കഴിക്കാം. ബാക്കിയുള്ള കഥാഭാഗങ്ങൾ പിന്നീട് സ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ